ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ പുതിയൊരു ഹെയർ സ്റ്റൈലൊക്കെ ട്രൈ ചെയ്തിട്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് കേളി ചെയ്തു, ചുമ്മാ ഒരു റീൽസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തതാണ്. പക്ഷേ കേളി ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല സുഖം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഈ കേളി ഹെയർ ഉള്ളവർ ഞാൻ സമ്മതിച്ചിരുന്നു കേട്ടോ. എന്തൊരു പാടാണ് മുടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ മുടിയിൽ നല്ലോണം ഒന്ന് ഷാമ്പു ഇട്ട് കഴുകി ഇതൊക്കെ ഒന്ന് മാറ്റി കേൾനെസ് ഭയങ്കര പാടാണ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് നമുക്ക് മുടിയൊക്കെ ഒന്ന് കോമ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര പാടാണ്. എനിവേ, നമ്മുടെ ഇന്നത്തെ വിഷയം ഇതൊന്നുമല്ല, ബ്യൂട്ടി റിലേറ്റഡ് ഒന്നുമല്ല. ഞാൻ ഇൻസ്റ്റഗ്രാമിലൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കൂടുതലും ആൾക്കാർ അതിന് റിപ്ലൈ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ, ജർമ്മനി, നഴ്സിംഗ്, ഹൗസ് ബിൽഡിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി അറിയാനും ഒക്കെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, നിങ്ങളൊരു നേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊരു ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ വരുന്നവർ, ഓക്കെ, സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവരായിക്കോട്ടെ, അതായത് നിങ്ങൾ ജർമ്മനിയിലേക്ക് വരുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട വാട്ട് നോബഡി ടെൽസ് യു ബിഫോർ യു കം ടു ജർമ്മനി, നിങ്ങൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെയാണ്. ഇത് ഞാൻ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. ഇത് പല സ്ഥലങ്ങളിലും അതായത് ഇത് മാറാതിരിക്കാം. ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലും എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വെൽക്കം ബാക്ക്. ഫസ്റ്റ് തന്നെ ഞാൻ നേഴ്സാണ്. ഞാനിപ്പോൾ ഇവിടെ ജർമ്മനിയിൽ 4.5 വർഷമായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ ICUയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ വന്ന സമയത്ത് അതായത് എനിക്കും ഉണ്ടായിരുന്നു ഞാനും അനർക്കനും ആൻപാസും ക്ലെയർഗാങ് എക്സാം അറ്റൻഡ് ചെയ്ത് പാസ്സായി. അങ്ങനെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നഴ്സസിന്റെ കാര്യം എടുക്കാം. ഇപ്പൊ നഴ്സസ് ആണെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ ജർമ്മനിയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും ഒരുവിധപ്പെട്ട ജർമ്മൻ ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയ വഴി അപ് ടു ഡേറ്റ് ആണ്. അപ്പൊ ഞാൻ ബേസിക് കാര്യങ്ങളൊന്നും ഇനി പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ നഴ്സസ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് ഡയറക്റ്റ് അനർക്കനും കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ പാർഷ്യൽ അനർക്കനും കൂടെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് അൻപാസും ക്ലിയർഗാങ് ഇല്ലെങ്കിൽ കെൻഡിനസ് പ്രൂഫും പോലത്തെ എക്സാമുകൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ ഫ്ലേഗെ ഹെൽപ്പർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്റെ ഹോസ്പിറ്റൽ അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പം ഒരു 2 years ആയിട്ട് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊക്കെ വന്ന സമയത്ത് ഫ്ലേഗെ ഹെൽപ്പർ എന്ന ഒരു ഡെസിഗ്നേഷൻ ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം മേ ബി അത് പല ഹോസ്പിറ്റലിലും വേറെ ആയിരിക്കാം. പക്ഷെ ഇപ്പൊ എന്റെ ഹോസ്പിറ്റലൊക്കെ പുറത്തുനിന്നും വരുന്ന നഴ്സസിന് ഇന്റർനാഷണലി എഡ്യൂക്കേറ്റഡ് നഴ്സസ് എന്നൊരു ടാഗാണ് കിട്ടാറ്. എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ബെറ്റർ ദാൻ ഫ്ലേഗെ ഹെൽപ്പർ എന്ന് പറയുന്നത്. ഈ ഒരു ഹെൽപ്പർ ടാഗ് എന്ന് പറയുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കും ഇന്റർനാഷണലി എഡ്യൂക്കേറ്റഡ് നഴ്സ്. കാരണം ഇവിടുത്തെ ജർമ്മൻസിന് പ്രശ്നമുണ്ട്. അവര് നമ്മളെ, അതായത് അവർക്കറിയില്ല ആക്ച്വലി നമ്മൾ നഴ്സിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ 4 year ഡിഗ്രി കോഴ്സ് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ നഴ്സാണ്, നമുക്കിവിടെ രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടി അത്രയും പീരീഡിൽ നമ്മളൊരു ഹെൽപ്പറായിട്ട് നിൽക്കുന്നതാണ്. പക്ഷെ അവരുടെ വിചാരം നമ്മൾ അങ്ങനെയാണ്. ആക്ച്വലി അവരുടെ അതേ ഒരു സ്ഥാനത്തായിരിക്കണമില്ല നമ്മളെ കാണുന്നത്. ഞാനത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് ഒരു ഫ്ലേഗെ ഹെൽപ്പർ ആയിട്ടായിരിക്കും ടിൽ ദ ടൈം നിങ്ങൾ അനർക്കനും കിട്ടുന്നത് വരെ. അനർക്കനും കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ രജിസ്റ്റേർഡ് നഴ്സ് ആവുന്നത്, അതായത് ഫ്ലേഗെ ഫാഹ്ക്രാഫ്റ്റ് ആവുന്നത്. പണ്ട് ഗെസുൻദൈറ്റ് und Krankenpfleger അല്ലെങ്കിൽ Krankenpflegerin ആ ഒരു ടാഗ് ആയിരുന്നു. ഞാനൊക്കെ ഗെസുൻദൈറ്റ് und Krankenpflegerin ആണ്. ഇപ്പോഴത്തെ ഒരു ലാസ്റ്റ് ഇയർ തൊട്ടാണ് ഈ ഫ്ലേഗെ ഫഹ്മാനും ഫ്ലേഗെ ഫഹ് ഫ്രൗ ഒക്കെ ആക്കിയത്. അതായത് നഴ്സിംഗ് ഇവിടെ ജനറലൈസ്ഡ് ആക്കിയിട്ടുണ്ട്. നമുക്കിങ്ങനെ ആൾട്ടൻ ഫ്ലേഗർ ഇല്ലെങ്കിൽ അങ്ങനെ ക്രാങ്കൻ ഹൗസിൽ പഠിക്കുന്നവര് അങ്ങനെ ഒരു വേർതിരിവില്ല. അപ്പോൾ ജനറലൈസ്ഡ് ആയിട്ടുണ്ട്. അങ്ങനെയാണ് സംഭവം. ഒരുപാട് പേർക്കുള്ള ഡൗട്ട് ആയിരിക്കും, നമ്മൾ നാട്ടിൽ പഠിച്ചു കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ഇല്ലാതെയൊക്കെ ഇവിടെ വരുന്നത് ബുദ്ധിമുട്ടാണോ എന്ന്. ട്രസ്റ്റ് മീ ഗൈസ്, എൻ്റെ നഴ്സിംഗിന്റെ എക്സാം കഴിഞ്ഞിട്ട് ഒരൊറ്റ ദിവസം പോലും ഞാൻ നാട്ടിലെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടില്ല. കാരണം അതിന്റെ ഒരു ഡിസിഷൻ ആയിരുന്നു ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യില്ല എന്നുള്ളത്. കാരണം ഇത്ര കുറഞ്ഞ സാലറിയിൽ വർക്ക് ചെയ്യാനല്ല ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചത്. നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്യാട്ടോ ആ പട്ടിയുടെ സൗണ്ട്. എൻ്റെ വീടിന് തൊട്ടടുത്ത് തന്നെ ഒരു പട്ടിയെ വളർത്തുന്നുണ്ട് ആൾക്കാർ, അപ്പൊ അതിന്റെ സൗണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഐ കെയിം ഹിയർ വിത്തൗട്ട് എക്സ്പീരിയൻസ്. അങ്ങനെ വന്ന ഒരാളാണ് ഞാൻ. എനിക്ക് പേടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വന്ന സമയത്ത്. പക്ഷേ ഇപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ എടുത്തു പറയുന്നു എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു ഹോസ്പിറ്റലിലും നിങ്ങൾ വന്ന ഉടനെ നിങ്ങളൊരു ഈവൻ ഫ്ലേഗെ ഹെൽപ്പർ ആണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു പേഷ്യന്റ് റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് ആദ്യമേ തരില്ല. ഫസ്റ്റ് ഡേ വരുമ്പോൾ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ ഓറിയന്റേഷൻ ആയിരിക്കും, നിങ്ങളുടെ സ്ട്രക്ചർ ഓറിയന്റേഷൻ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്, നിങ്ങളുടെ അനർക്കനും എങ്ങനെയാണ് പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾക്കൊരു ഫ്ലേഗെ
ഫ്ലേഗ് ഒരു പ്രാക്ടീസ് അൺലൈറ്റർ കാണും നിങ്ങളെ അൺലൈറ്റും ചെയ്യാനായിട്ട്. അതുപോലെ നിങ്ങൾക്ക് ഷൂളെ ക്ലാസ് കാണും. അതൊക്കെ വളരെ സ്ട്രക്ചേർഡ് ആയിരിക്കും. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നെല്ലാം ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് ഉണ്ടായിരിക്കും. ഓൾറെഡി നിങ്ങൾക്ക് ഒരു വീക്ക് എത്ര ദിവസം ക്ലാസ് ഉണ്ടായിരിക്കും, എത്ര ദിവസം ഡ്യൂട്ടി ഉണ്ടായിരിക്കും, പിന്നെ നിങ്ങൾ ഓരോ മാസത്തെയും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം പക്ക ക്ലിയർഡ് ആയിരിക്കും, സ്ട്രക്ചേർഡ് ആയിരിക്കും. അപ്പൊ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വന്ന ഉടനെ നിങ്ങൾ ഫ്ലെഗെ ഹെൽഫർ എന്നൊരു ടാഗിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു നഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഒരു നഴ്സിനെ അവരുടെ വർക്കിൽ ഹെൽപ്പ് ചെയ്യുന്നു. ഒരു പേഷ്യന്റിന് കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു പേഷ്യന്റ് റെസ്പോൺസിബിലിറ്റി, ഒരു സ്ട്രക്ചറിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത് നമുക്ക് ഉറുക്കുണ്ട ഉണ്ടെങ്കിൽ മാത്രമാണ്. അതായത് ഒരു ഫ്ലെഗെ ഫാസ്റ്റ് ക്രാഫ്റ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ അനർക്കരം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ ലീഗലി അതായിട്ടുള്ള പേഷ്യൻസിന് മെഡിക്കേഷൻസ് കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അലൗഡ് ആയിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരു അൺലൈറ്റർ കാണും. ആ അൺലൈറ്റർ നിങ്ങൾക്ക് അതായത് ഓരോ പെർട്ടിക്കുലർ സമയങ്ങളിൽ നിങ്ങൾക്ക് വാർഡിൽ വരും. നമ്മൾ ആസിങ്ങിനൊക്കെ പഠിച്ചിരിക്കുന്ന സമയത്തെ പോലെ കേസ് സ്റ്റഡി അതുപോലെ നമ്മൾ എടുക്കും, ഫ്ലെഗെ പ്ലാൻ നമ്മൾ എഴുതും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. നമുക്ക് ബേസിക് ഒരു ഫ്ലെഗെ ബെറിസ്റ്റ് എഴുതേണ്ട ഒരു ഐഡിയ ഒക്കെ നമുക്ക് അതിലൂടെ കിട്ടും. പിന്നെ അതുപോലെ ഒരു പ്രൊസീജിയേഴ്സും നിങ്ങളെ ഫസ്റ്റ് അവർ കാണിച്ചു തരാതെ തന്നെ ചെയ്യിപ്പിക്കില്ല. പോയിട്ട് അങ്ങനെ ചെയ്യുക എന്ന് പറയില്ല. നമുക്ക് ഈ പറയുന്ന പോലെ ഒരു പ്രസ് അൺലൈറ്റർ വരും. അൺലൈറ്റർ വന്നിട്ട് നമുക്ക് ആദ്യം ഒരു കാര്യം അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരും. അതിനുശേഷം അവരുടെ പ്രസൻസോടെ നമ്മൾ അത് ചെയ്യുക. അതിനുശേഷം അവരത് നമുക്ക് കൺഫർമേഷൻ അപ്രൂവൽ തരുമ്പോഴാണ് നമ്മൾ തന്നെ ചെയ്യാനായിട്ടാവുന്നത്. ഓക്കെ, അതിപ്പം എല്ലാ ഒരുവിധപ്പെട്ട ഇപ്പം എൻ്റെ ഹോസ്പിറ്റലൊക്കെ ആയാലും അവരെ ഓൾറെഡി അറിയിക്കും ഇന്ന ആൾക്ക് ഇന്നതൊക്കെ ചെയ്യാനായിട്ട്. മെഡിക്കേഷൻസ് ഫെറാബ്രേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് അലൗഡ് ആണ്, അല്ലെങ്കിൽ സുബ്കുട്ടേനിയസ് സ്പ്രിറ്റ്സ് കൊടുക്കാനായിട്ട് അലൗഡ് ആണ്, ഇൻഫ്യൂസിയോൺ അൻഹേങ്ങം ചെയ്യാനായിട്ട് അലൗഡ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ്. അപ്പൊ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട. പിന്നെ ഇപ്പം ഓൾമോസ്റ്റ് ഒരു 1 year ആയിട്ട് മിക്ക ഹോസ്പിറ്റൽസിലും ഈ അൻപാസും ഗ്ലേർഗാങ് എന്ന് പറയുന്ന എക്സാം എടുത്തു മാറ്റിയിരിക്കുകയാണ്. ഇപ്പം ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ കെൻഡിഡേറ്റ്സ് പ്രൂഫും ആണ്. പക്ഷേ ഇത് പണ്ടത്തെ അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടില്ല. അവരത് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ടുണ്ട്. എക്സാം അത്രയും കാരണം ഇപ്പം കുറെ ഫെയിലിയർ റേറ്റ് ഒക്കെ വളരെയധികം കുറവാണ്. ഇപ്പൊ എന്റെ ഹോസ്പിറ്റലായ പോലും അൻപാസും ഗ്ലേർഗാങ് ഉണ്ടായിരുന്നു. അവരത് മാറ്റി കംപ്ലീറ്റ്ലി കെൻഡിഡേറ്റ്സ് പ്രൂഫും ആക്കി. പക്ഷേ ഇപ്പം എന്റെ ഹോസ്പിറ്റൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഷൂളെ അതുപോലെ തന്നെ പണ്ടൊക്കെ ഞാൻ വന്നേക്ക സമയത്ത് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് ആയിരുന്നു. അപ്പം നമുക്ക് മെയിൻലി ഡ്യൂട്ടി ഉള്ള സമയത്ത് മോർണിംഗ് ഡ്യൂട്ടി, ക്ലാസ് ഉള്ള സമയത്ത് നമുക്ക് മോർണിംഗ് ഡ്യൂട്ടി ആയിരിക്കും. അപ്പം നമ്മളൊരു 11 o'clock വരെ ഡ്യൂട്ടി ചെയ്തിട്ട് നമ്മളൊരു 1 hour ഇവിടുത്തെ ഷൂളെ പോകും. നമുക്ക് നമ്മുടെ ലെയർ അവിടെ കാണും. അവർ നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് ഡേ ടു ഡേ കുറച്ച് സ്ട്രെസ്ഫുൾ ആകാനായിട്ട് തോന്നി. എന്റെ കാര്യം പറയണ എനിക്ക് സ്ട്രെസ്ഫുൾ ആയിരുന്നു. കാരണം വന്ന സമയത്ത് നമ്മൾ വർക്കിന് പോകണം, അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ഷൂളെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും ഓക്കെ പഠിക്കാൻ ഒരുപാട് ബേർഡൻ അങ്ങനെ കാര്യങ്ങളല്ല. പക്ഷെ നമുക്കിത് ഒരു എക്സ്ട്രാം സ്ട്രെസ് വരുമ്പോൾ എനിക്കൊരു എക്സ്ട്രാം സ്ട്രെസ് ഉള്ള വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം, അറിയില്ലാത്ത കാര്യങ്ങളായിരിക്കാം. എന്റെ എക്സ്പീരിയൻസസ് ഒക്കെ ആണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോൾ അത് നഴ്സസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ വരുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് കുറച്ച് മാസങ്ങൾ പ്രൊബേഷൻ ടൈം ആയിരിക്കും. പൊതുവെ 6 months ആണ് വരുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യേണ്ട ടൈമാണ്. കാരണം ഇപ്പം നഴ്സസിനായിക്കോട്ടെ അവരെ ഈ ഒരു ഇനീഷ്യൽ പീരിയഡിൽ നിങ്ങളുടെ എബിലിറ്റി എന്താണെന്നുള്ളത് അവർ അസസ് ചെയ്യുന്ന ഒരു ടൈമാണ്. ജർമ്മൻസിനെ സംബന്ധിച്ച് അവർ വളരെ ക്ഷമ കുറഞ്ഞ ആൾക്കാരാണ്. അവർക്ക് എന്നെ സംബന്ധിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് കേപ്പബിലിറ്റി വളരെ കുറവാണ്. സീരിയസ്ലി ഞാൻ പറയുകയാണ്. കാരണം അവര് ഇപ്പം നമ്മളൊരു ഔട്ട്ലൈൻഡറാണ്, പുതിയൊരു നാട്ടിൽ നിന്നും പുതിയ ലാംഗ്വേജ് പഠിച്ച് വരുന്നവരാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെതായ ലാംഗ്വേജ് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും വരുമ്പോൾ. പിന്നെ അതുപോലെ നമ്മൾ ഏത് സ്റ്റേറ്റിൽ പോകുന്നു എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോ സ്റ്റേറ്റിലും ഓരോ ഡിയലക്റ്റുകളുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ സംസാരിക്കുന്ന ആൾക്കാർ ഫെൽസിഷ് ആണ്. അപ്പം ഞാൻ ബേസിക്കലി ഹോക്ടോയിഷ് ആണ് പഠിച്ചത്. നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു വരുന്ന സമയത്ത്. അപ്പോൾ ഇവര് നമ്മളെ ഒരു ഫസ്റ്റ് ഡേ ഒരു സെക്കൻഡ് ഡേ കൊണ്ട് നമ്മളെ വിലയിരുത്തും. ഇവർക്ക് ലാംഗ്വേജ് ഇല്ല, ഇവരെ കൊണ്ട് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, ഇവർ നഴ്സസ് ആണോ, ഇവരെന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലാതെ ഇവരൊരിക്കലും ചിന്തിക്കില്ല നമ്മളൊരു പുതിയ നാട്ടിൽ നിന്ന് പുതിയ ലാംഗ്വേജ് പഠിച്ചിട്ട് വരുന്നവരാണ് എന്ന്. ആ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പക്ഷേ ഇത് മാറ്റേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മുടെ കേപ്പബിലിറ്റി എന്താണെന്നുള്ളത് നമ്മളാണ് അവരെ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പൊ വന്ന ഒരു 1 month തന്നെ അവർ ചെക്ക് ചെയ്യും നിങ്ങളുടെ ലാംഗ്വേജ് ലെവൽ എങ്ങനെയുണ്ട്, നിങ്ങൾ വർക്കിൽ എങ്ങനെയുണ്ട്, നിങ്ങൾ നല്ല ഫ്ലുവന്റ് ആണോ വർക്കില്, നിങ്ങൾ ഭയങ്കര ജർമ്മൻസിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഇപ്പം വിമൻ ആയിക്കോട്ടെ, ആണുങ്ങളായിക്കോട്ടെ, മെയിൽ സ്റ്റാഫ് ആയിക്കോട്ടെ, ഫീമെയിൽ സ്റ്റാഫ് ആയിക്കോട്ടെ, നമുക്ക് ഈക്വലി ആണ് ഇവർ വർക്ക് ചെയ്യുന്നത്. സ്ത്രീകൾ ഒരിക്കലും ഇവിടുത്തെ സ്ത്രീകളുടെ സ്റ്റാമിന കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊളിച്ചു പോകും. കാരണം 63-64 ഏജിലും അതായത് റിട്ടയർമെന്റ് ലൈഫ് വരെയും അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അത്രയ്ക്ക് എനർജിയിൽ അത്രയ്ക്കും അതായത് ഭയങ്കര സ്റ്റാമിനയാണ് ഇവർക്ക്.
അവർ വർക്ക് എന്തോരം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു എന്നല്ല, വർക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ അവർ അതേ ലെവലിലാണ് നമ്മളെയും കമ്പയർ ചെയ്യുന്നത്. നമ്മുടെ ഏജ് അവർ മാറ്റർ ചെയ്യില്ല, നമ്മുടെ ലാംഗ്വേജ് ബാരിയർ അവർ മാറ്റർ ചെയ്യില്ല. അവർക്ക് വേണ്ടത് അവരുടെ ഒപ്പം വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട്, അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു മിറ്റാർബൈറ്ററാണ് അവർക്ക് വേണ്ടത്. അപ്പൊ ഇത് നിങ്ങൾ എപ്പോഴും മനസ്സിരിക്കുക. നമ്മൾ വന്നു കഴിയുമ്പോൾ, അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രൊബേസൈറ്റിന്റെ കാര്യമാണ്. അതിൽ മെയിൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു 6 മന്തിനുള്ളിൽ നിങ്ങളുടെ ആർബൈറ്റ് ഗീവറിന് അയാൾ നിങ്ങളിൽ സാറ്റിസ്ഫൈഡ് ഇല്ലെങ്കിൽ എങ്കിൽ എന്തൊരു റീസൺ നിങ്ങളെ ക്യൂണ്ടിക്കൽ ചെയ്യാനായിട്ട് പറ്റും. അത് പ്രത്യേകിച്ച് ഒരു പ്രോപ്പർ റീസൺ അയാൾക്ക് നിങ്ങളോട് കാണിക്കണമെന്നില്ല. നിങ്ങളെ 2 വീക്സ് മുന്നേ നിങ്ങളെ അറിയിക്കാം നിങ്ങളെ ക്യൂണ്ടിക്കൽ ചെയ്യാൻ പോവുകയാണ്. അവർക്കൊരു വാലിഡ് റീസൺ നിങ്ങളോട് പറയണമെന്നില്ല. നമുക്കത് ചോദിച്ചാലും അവർക്കത് പറയാൻ ഉള്ള റൈറ്റ് ഇല്ല. അതാണ് ഇവിടുത്തെ നോർമൽ റൂള്. 2 വീക്സ് മുന്നേ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് നാളെ നിന്നെ ക്യൂണ്ടിക്കൽ ചെയ്യുകയാണ് അങ്ങനെയല്ല പറയുക. നമ്മൾ 2 വീക്സ് മുന്നേ അറിയിക്കും. അതെല്ലാം ഫെഡറാക്കിലും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഏതെങ്കിലും ഏജന്റ് ത്രൂ വരുന്നവരൊക്കെയാണ്, നിങ്ങൾ മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ കോൺട്രാക്ട് എന്താണ് എന്ന് വായിച്ചറിഞ്ഞിരിക്കണം. ഗൂഗിൾ ട്രാൻസ്ലേറ്റോ ഇല്ല ChatGPT വഴി സെൻഡ് ചെയ്ത് അയച്ചു കൊടുത്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കംപ്ലീറ്റ് വായിക്കുക. എന്നിട്ട് മാത്രമേ ഒരു കോൺട്രാക്റ്റിൽ നിങ്ങൾ സൈൻ ചെയ്യാവുള്ളൂ. വെബ്സൈറ്റിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്യണമെന്ന്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് നല്ല ടെൻഷനായിരുന്നു. കാരണം ഞാനായിരുന്നു എന്റെ ഹോസ്പിറ്റലിലെ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റാഫ്. അപ്പോൾ ഇതിനു മുന്നേ ആരും അനർക്കനും എഴുതിയതായിട്ട് എനിക്കൊരു അറിവില്ല. അപ്പൊ എനിക്ക് ആരോടും ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാനായിട്ട് എനിക്ക് ആരുമില്ല. അപ്പം എനിക്ക് അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഒബ്വിയസ്ലി എനിക്ക് ശ്രാഹ്യ ബുദ്ധിമുട്ടായിരുന്നു വന്ന സമയത്ത്. അപ്പോൾ എന്നെ എന്താ പറയാ, അവരൊരു 1 വീക്ക് കൊണ്ട് തന്നെ ഒരു വിലയിരുത്തി. പക്ഷേ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുമായിരുന്നു. വർക്കിൽ ഞാൻ പെർഫെക്റ്റ് ആവുമായിരുന്നു. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് ചെയ്യായിരുന്നു. പിന്നെ ഞാനൊരു ക്രാങ്ക് പോലും എടുക്കാതെയായിരുന്നു ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരുന്നത്. കാരണം എനിക്ക് അത്രയ്ക്കും ടെൻഷനുള്ള ഒരു സമയമായിരുന്നു എൻ്റെ ഒരു പ്രൊബേഷൻ ടൈം എന്ന് പറയുന്നത്. ഒരുപാട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ലാംഗ്വേജ് ഒക്കെ ഇമ്പ്രൂവ് ആക്കാൻ ഞാൻ നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പുതിയ വേർബുകൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. ആൾക്കാരോട് മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഞാൻ എൻ്റെ ലാംഗ്വേജ് പെട്ടെന്ന് ഇമ്പ്രൂവ് ആക്കി. പിന്നീട് അങ്ങോട്ട് വന്നവർക്കൊക്കെ പക്ഷേ ലാംഗ്വേജ് അതായത് സ്പ്രാഹ്ഷൂളെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ അതിനും ഇറ്റ് ടേക്സ് ഓൾമോസ്റ്റ് 1 ഇയർ എടുക്കും നമുക്ക്. എന്റെ കാര്യത്തിൽ എനിക്കതില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അവർ നമ്മൾ ഓൾറെഡി B2 കഴിഞ്ഞിട്ട് വന്നതാണോ എന്നൊന്നല്ല, അവരെങ്ങനെ നമ്മൾ പേഷ്യൻ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ, കൊളീഗ്സ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഈസി ആവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അവർ നമുക്ക് ഫ്ലേഗഷൂളയും കൂടെ പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ ഫ്ലേഗഷൂള അല്ല, സ്പ്രാഷൂള. ഈ സ്പ്രാഷൂള ഓക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, പക്ഷെ നമ്മുടെ ടൈം അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ നല്ലോണം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്കുണ്ട്. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പ്രാഷൂളയുടെ എക്സ്ട്രാ കാര്യമില്ല. അത് നമ്മുടെ വേസ്റ്റ് ഓഫ് ടൈം ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ചില ആൾക്കാരുണ്ട് തീരെ കോൺഫിഡൻസ് ഇല്ലാത്തവര്, പുതിയ അതായത് ഫാഹ് തിയോട്ടറുകളൊക്കെ പഠിക്കാൻ പറ്റാത്തവരും ഇല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ആക്സെന്റ് കിട്ടാത്തവർക്കൊക്കെ ആയിട്ട് അവരത് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നും. അപ്പൊ എൻ്റെ ഒരു ഞാൻ അതിലൊരു നെഗറ്റീവ് പറയാൻ കാരണം ടൈം പോവുകയാണ്. എന്നെ സംബന്ധിച്ച് എനിക്കെല്ലാം പെട്ടെന്ന് പറയുന്ന സമയത്ത് എൻ്റെ കാര്യങ്ങളൊക്കെ തീർക്കണം. എനിക്ക് ഒന്നിലൊരു ഡിലേ വരുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അതാണ്. അപ്പം ഒരു സൈഡില് ഫ്ലെഗഷൂളെ, ഞാൻ ഇപ്പോഴും ഫ്ലെഗഷൂളെ എന്നാണ് പറയുന്നത്, സോറി, സ്പ്രാഷൂളെ എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ടൈം കുറച്ച് പോകും. നമുക്ക് സ്പ്രാഷൂളെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ അഡ്പാസും ലഗാങ് അല്ലെങ്കിൽ നമ്മുടെ അനർക്കനുങ്ങിന്റെ ഷൂളയൊക്കെ തുടങ്ങുന്നത്. ഒരു നേഴ്സായിട്ട് വരുവാണെങ്കിൽ യുവർ റോൾ മേ ബി ഡിഫറെന്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഒരു റെസ്പോൺസിബിലിറ്റി തരില്ല. വൺസ് നിങ്ങൾക്കൊരു അനർക്കനും കിട്ടിക്കഴിഞ്ഞു കഴിയുമ്പോൾ, എന്നിട്ടും അവർ അനർക്കനും കിട്ടി പിറ്റേ ദിവസം നിങ്ങൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി തരുമല്ല. ഈ ഒരു അനർക്കനും ഫേസ് പ്രൊബേസൈറ്റ് അല്ലെങ്കിൽ അനർക്കനും ടൈമിൽ തന്നെ അവർ നിങ്ങൾക്ക് ഒരു പേഷ്യന്റിനെ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന്റെ കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എങ്ങനെ തിങ്ക് ചെയ്ത് പേഷ്യന്റിന് ആവശ്യമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇപ്പൊ ഒരു പേഷ്യന്റിന് ബ്ലൂ ത്രിക്ക് കൂടി, അപ്പൊ അതിന് മാനേജ്മെന്റ് ആയിട്ട് നിങ്ങൾ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടർ വരുമ്പോൾ നിങ്ങളായിട്ട് ഇൻഫോം ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊരു പേഷ്യന്റിനെ അറിഞ്ഞ് മാനേജ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അപ്പം അവർക്ക് മനസ്സിലാവും, ഓക്കെ നീ ഒരു പേഷ്യന്റിനെ നോക്കാനായിട്ട് നീ കേപ്പബിൾ ആണ്. അങ്ങനെ ഒരു അല്ലാതെ നമ്മളിപ്പം പേഷ്യന്റിന് വേറെ മെഡിക്കേഷൻസ് കൊണ്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ബെറിഷ്ട് മാറി എഴുതുന്നു, നമുക്ക് തീരെ കോൺസെൻട്രേഷൻ ഇല്ല എന്നൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ വെക് ഫോൺ പക്സിയന്റ് പേഷ്യന്റിൽ നിന്ന് മാറി നിൽക്കാൻ പറയും. കാരണം അത്രയും അവർക്ക് എന്താ പറയാ, കാരണം നിങ്ങൾ അനർക്കലും ടൈമിലാണ്, ആ റെസ്പോൺസിബിൾ ഉള്ള നേഴ്സസിനാണ്, ആ സമയത്ത് ആരാണ് ഡ്യൂട്ടിയിലുള്ള ആ നേഴ്സസ് ആണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി. കാരണം നിങ്ങൾക്ക് അനർക്കലും ഇല്ല, നിങ്ങൾ അത് ലീഗലി ചെയ്യാൻ നിങ്ങൾക്ക് അലൗഡ് അല്ല. ഓക്കെ, ഹോസ്പിറ്റലിന്റെ എന്താ പറയാ ധൈര്യത്തോടെയാണ് നിങ്ങളെ ഇത് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ എന്നും പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നമ്മളോട് ആരും ഒന്നും ചോദിക്കാൻ വരില്ല എന്നല്ല. നമ്മൾ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പറയാതെ നമ്മളൊരു കാര്യം ചെയ്തു, അത് തെറ്റായിട്ടാണ് ചെയ്തെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾക്കെതിരെ എൻക്വയറി ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ വരും.
ഞാൻ ഇനി എന്റെ എക്സ്പീരിയൻസ് ആണ് പറയാൻ പോകുന്നത്. ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ടൈം ആയിരുന്നു. ഫസ്റ്റ് ഒരു 3 months എന്ന് പറയുന്നതാണ് എന്റെ ലൈഫിലെ ടഫസ്റ്റ് പീരീഡ്. ഞാൻ വിചാരിച്ചില്ല ഇനി എങ്ങനെയായിരിക്കും എന്റെ വർക്ക്. എനിക്ക് വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു. കാരണം ഇനി വേറൊരിടത്ത് പോയാലും നമുക്ക് പ്രൊബേഷൻ ടൈം ഉണ്ട്. അനർക്കനും കംപ്ലീറ്റ് ചെയ്യാതെ വേറെ ഹോസ്പിറ്റലിൽ പോകുന്നതും ബുദ്ധിമുട്ടാണ്. എങ്ങനെയെങ്കിലും ഈ ടഫ് പീരീഡ് ഓവർകം ചെയ്ത് വരണം. അങ്ങനെയായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു 1 week കഴിയുമ്പോൾ അവർ അസസ് ചെയ്യും. നമ്മളൊരു ഔസ്ലാൻഡർ ആണെങ്കിൽ നമ്മൾ റേസിസം ഫേസ് ചെയ്യേണ്ടത് വരും. മിക്ക ആൾക്കാർക്കും ഈ ഒരു ഔസ്ലാൻഡർ ഹാസ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഹാസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ കൊളീഗ്സിനായാൽ പോലും പുതിയൊരു ഔസ്ലാൻഡറെ കാണുമ്പോഴത്തേക്കും നമ്മളടുത്ത് അവർ ഫ്രണ്ട്ലി ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ ഒബ്വിയസ്ലി നല്ല ജമൻസും ഉണ്ട് കേട്ടോ. പക്ഷെ എന്നും പറഞ്ഞ് നമ്മുടെ അടുത്ത് ഒട്ടും ഫ്രണ്ട്ലി ആവണം എന്നില്ല. ഇപ്പം ഈവൻ ഔസ്ലാൻഡേഴ്സിന് പോലും പരസ്പരം ഔസ്ലാൻഡേഴ്സിനെ കണ്ടുകൂടാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം പിന്നെ അതുപോലെ ആർബിറ്റ് പ്ലക്സിലുള്ള മോബിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മളൊരു തെറ്റ് വരുമ്പോൾ നമ്മളെടുത്ത് ഷൗട്ട് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കണം. ഒന്നെങ്കിൽ യു ക്യാൻ ബി സ്ട്രോങ് ഇനഫ്, നിങ്ങൾക്ക് തിരിച്ചു വളരെ ബോൾഡായിട്ട് നിന്നിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷേ അവര് നമ്മളെ, ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ തന്നെ വേണം എന്നാണ് കേട്ടോ. ഇപ്പം എല്ലാ കാര്യങ്ങളും തെറ്റുകളും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. നിങ്ങൾ ചെയ്യാത്ത കാര്യമാണെങ്കിൽ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് നൈൻ ഇഷാത്ത് നിഷ്ക മാഹ്റ്റ് എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് വേണം. ഇല്ലെങ്കിൽ ആരാണ് ആ ഡ്യൂട്ടിയുടെ സമയത്ത് അത് ചെയ്തത് അവരുടെ പേര് പറയുക. ഇവിടെ നമുക്കിപ്പോൾ ഒരു കാര്യത്തിലും ആരെയും സപ്പോർട്ട് ചെയ്യില്ല. ഇവിടെ ഒരു പ്രൊഫഷനിൽ എല്ലാവരും ഇൻഡിവിജ്വൽ ആണ്. വർക്കിന് വരുന്നു, എൻ്റെ ഒരു കൺസേൺ വർക്കിന് വരുന്നു, വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു, ഫെനിറ്റോ, അതാണ്. ഓക്കെ, യു ഡോണ്ട് ഹാവ് ടു ഡു എവറിത്തിങ് ഇൻ 1 day എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് പഠിക്കില്ല, ഒറ്റ ദിവസം കൊണ്ട് ചെയ്യണമെന്നില്ല. ഓരോ ഇപ്പൊ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളെല്ലാം എന്താ പറയാ, നമ്മുടെ കേപ്പബിലിറ്റി പോലെ ഇരിക്കും. ഇപ്പോൾ ഞാൻ എല്ലാം സ്ലോ ആയിട്ടാണ് പഠിക്കുന്നത്. എൻ്റെ കൂടെയുള്ള ആള് എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവർക്ക് കോൺഫിഡൻസ് വർക്ക് കൊടുക്കാൻ ആ കൂടെയുള്ള ആൾക്കായിരിക്കും. അപ്പൊ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയുക, ഡൗട്ട് ചോദിക്കുക, എന്തുകൊണ്ട് അത് എങ്ങനെ ചെയ്യുന്നു, നമ്മൾ എല്ലാ കാര്യങ്ങളും ഡൗട്ട് ചോദിക്കുക. കാരണം ഓരോ ഹോസ്പിറ്റലിലെ സ്റ്റാൻഡേർഡും വേറെയാണ്. ഈവൻ ഓരോ സ്റ്റക്സിയോണിലും അവർ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ ഡിഫറെന്റ് ആണ്. ഇപ്പം എന്താ പറയാ, ഇപ്പൊ ഒരു എക്സാമ്പിളിലാണെങ്കിൽ ഇപ്പം ഒരു പേഷ്യന്റ് ഡയബറ്റിക് ഉണ്ട്, നമ്മൾ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യുന്നിടത്ത് ചില സമയത്ത് പ്രോട്ടോകോൾ കാണും അവർക്ക് എഴുതാൻ, ചില സമയത്ത് ചില ഡിപ്പാർട്ട്മെന്റിൽ പ്രോട്ടോകോൾ ഇല്ല, നമ്മൾ കമ്പ്യൂട്ടറിൽ തന്നെ ഡിജിറ്റലി എന്താ പറയാ ഡോക്യുമെന്റ് ചെയ്യായിരിക്കും. അപ്പൊ ഇപ്പോഴും നമ്മൾ ചോദിച്ചു നോക്കുക, ഈ ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെയാണ്. ഞാൻ എപ്പോഴും അങ്ങനെയാണ്, ഞാൻ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ അതാണ് ചെയ്തത്, ഇവിടെ നിങ്ങൾ അങ്ങനെയാണോ ചെയ്യുന്നത്. ഓൾവേസ് യു ക്യാൻ ആസ്ക് ഡൗട്ട് ചോദിക്കുന്നതുകൊണ്ട് ആരും നിങ്ങളുടെ അടുത്ത് ഒന്നും പറയില്ല. എല്ലാ കാര്യവും കൺഫേംഡ് അല്ല, നിങ്ങൾക്ക് ഉറപ്പില്ല ചെയ്യാനെങ്കിൽ നിങ്ങൾക്ക് അവരോട് വന്നിട്ട് ഞാൻ ഇത് ചെയ്തിട്ടില്ല, എന്നെ ഒന്ന് കാണിച്ചു തരുമോ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുമോ എന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറയാം. അവര് ജർമ്മൻസ് നമുക്ക് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തരാം, നല്ല ക്ഷമയുള്ള ആൾക്കാരാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെഡിക്കേഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. നമുക്ക് അനർക്കനും കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ മെഡിക്കാമെന്റ് റിട്ടേൺ ചെയ്യാനോ ഇല്ലെങ്കിൽ മെഡിക്കാമെന്റ് ഫെറാബ്രേഷൻ പേഷ്യന്റിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ ലീഗലി നമ്മൾ അലൗഡ്. ഇപ്പൊ അനർക്കനും ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ പഠിക്കും. നമുക്ക് ഒരു പേഷ്യന്റെ ഒക്കെ മെഡിക്കേഷൻ നമ്മളെ കൊണ്ട് അറേഞ്ച് ഒക്കെ ചെയ്യിപ്പിച്ച് അവർ നോക്കും എത്ര പെട്ടെന്ന് നമ്മൾ മെഡിക്കേഷൻ അറേഞ്ച് ചെയ്യുന്നു. ഓരോ മെഡിക്കേഷന്റെയും വിർക്ക് സ്റ്റഫ്, ഓരോ മെഡിക്കേഷനും പേഷ്യന്റ് കൊടുക്കുന്ന രീതി. ചില പേഷ്യന്റ് നമ്മൾ ന്യൂഷ്ടൻ, അതായത് എംറ്റി സ്റ്റൊമക്കിൽ കൊടുക്കേണ്ട ടാബ്ലറ്റ്സുകളുണ്ട്. ചില മെഡിക്കേഷൻസ് നമുക്ക് ഷ്നൈഡൻ ചെയ്യാനായിട്ട്, അതായത് ഡിവൈഡ് ചെയ്ത് ഒടിച്ച് കൊടുക്കാൻ പറ്റത്തില്ല ചില മെഡിക്കേഷൻസ് ഉണ്ട്. അങ്ങനെ പല മെഡിക്കേഷൻസ് ഉണ്ട്. പിന്നെ ചില 2 മെഡിക്കേഷൻസ് സൈഡ് എഫക്ട്സ് കാരണം നമുക്ക് ഒരുമിച്ച് കൊടുക്കാത്തതുണ്ട്. ചില മെഡിക്കേഷൻസ് നമുക്ക് വെള്ളത്തിൽ കൊടുക്കാൻ പറ്റില്ല, അല്ലാണ്ട് സബ്ലിംഗ്വലായിട്ട് അങ്ങനെയൊക്കെ കൊടുക്കണം, ഒരുപാട് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ തന്നെ, ഇതൊന്നും നമ്മൾ A to Z കാര്യങ്ങൾ അവർ നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്ത് തരില്ല. ബേസിക്സ് കാര്യങ്ങൾ പറഞ്ഞു തരും. അതിൽ കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട് ചോദിക്കാം, ഇല്ല നമ്മൾ വീട്ടിൽ ചെന്ന് ഗൂഗിൾ ചെയ്തോ സെർച്ച് ചെയ്തോ പഠിച്ച് അറിയുക. അതാണ് മെയിൻ ഒരു കാര്യം. നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത ഒരു 3-4 വർഷത്തേക്ക് അവർ അത് ഓർത്തിരിക്കും, ഇന്നയാൾ ഇന്ന മിസ്റ്റേക്ക് ചെയ്തതാണ് എന്നുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഭയങ്കര അലേർട്ട് ആയിട്ടിരിക്കുക, കോൺസെൻട്രേറ്റ് ചെയ്യുക വർക്കിൽ. എപ്പോഴും ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും ഹെസിറ്റേറ്റ് ചെയ്യേണ്ട, ചോദിക്കുക, ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. നമ്മൾക്കൊരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും നമ്മുടെ കൂടെ നിൽക്കില്ല. ഓക്കെ, ഒരു മിറ്റാർബൈറ്റർ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണമെന്നില്ല. കാരണം അവരെ സംബന്ധിച്ച് നമ്മളൊരു പുതിയ കൊളീഗാണ്, അവർക്ക് പോലും അറിയില്ല നമ്മൾ എവിടുന്നോ വന്ന ഏതോ രാജ്യത്തു നിന്ന് വന്ന ഒരാളാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് നമുക്ക് അത് സപ്പോർട്ട് ചെയ്ത് തരേണ്ട കാര്യമില്ല. പിന്നെ ഏറ്റവും ഒരു കാര്യം, യുവർ ഇംപ്രഷൻ മാറ്റേഴ്സ് കേട്ടോ. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും പക്ഷിയൻ ക്ലിങ്ങൻ ചെയ്യുമ്പോൾ
ചാടിപ്പോയി നോക്കുക. നമ്മളിങ്ങനെ മടി പിടിച്ച് ഓക്കെ നമുക്ക് വയ്യായിരിക്കും, നമ്മൾ 10ാമത്തെ ഡ്യൂട്ടി ആയിരിക്കും ചെയ്യുന്നത്. ദേ ഡോണ്ട് വാണ്ട് ടു നോ, അവർക്കത് അറിയേണ്ട കാര്യമേ ഇല്ല. പക്ഷെ ഒരു പേഷ്യന്റ് ക്ലിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നോർമൽ സ്റ്റാഫിന് ഇപ്പം ബാക്കി ഡോക്യുമെന്റേഷനോ ബാക്കി പ്രൊസീജിയറോ പേഷ്യന്റ് FLAയും ചെയ്യുന്നു, പേഷ്യന്റിനെ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ ഈ സമയത്ത് എല്ലാ പേഷ്യന്റും ബെല്ലടിക്കുമ്പോൾ നമുക്ക് പോകാനുള്ള ഒരു ടൈം കിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഷൂളർ നഴ്സിംഗ് സ്റ്റുഡൻസ് വരുമ്പോൾ നമുക്കൊരു വലിയ ആശ്വാസമായിരിക്കും. അതൊരു ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ സ്റ്റുഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാനിതെല്ലാം ചെയ്ത കാര്യമാണ്. ഇപ്പോ രാത്രി നൈറ്റിനൊരു നഴ്സ് ഉണ്ട്, പക്ഷേ ക്ലിംഗ് ചെയ്യുന്നു, ഈ നഴ്സ് തന്നെയാണ് പോകേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരിക്കലും നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ് സ്റ്റാഫ് ക്ലിംഗ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് പോകുന്നില്ല? ആ സ്റ്റാഫിന് ആ സമയത്ത് ചെയ്തു തീർക്കാൻ ഒരുപാട് വർക്ക് ഉണ്ടായിരിക്കും. ഇപ്പം ഞാനൊരു എക്സ്പീരിയൻസിൽ എനിക്കിപ്പോൾ ICUയിൽ ഒരു 2 പേഷ്യന്റ് അല്ലെങ്കിൽ 3 പേഷ്യന്റ് ആണെന്ന് വെച്ചു. ആ ഒരു സമയത്ത് ഒരു പേഷ്യന്റ് അൺസ്റ്റേബിൾ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ബാക്കി 2 പേഷ്യന്റിനെ മാനേജ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയെന്ന് വരില്ല. കാരണം എൻ്റെ ഒരു ഹോൾ ടൈം എനിക്ക് ആ അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യന്റ് എടുത്ത് എനിക്ക് പോകും. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആ സമയത്ത് ആരെങ്കിലും വേണം. അത് ആരെക്കൊണ്ടും നമുക്ക് ICUയിൽ ഒരു 3 ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ് ഉണ്ട്, ഒരാൾ അൺസ്റ്റേബിൾ ആയിട്ടുണ്ടെങ്കിൽ ബാക്കി 2 പേരെ നമുക്ക് നോക്കാൻ അത് പോസിബിൾ അല്ല. ഇനി എത്രത്തോളം പെട്ടെന്ന് ആ പേഷ്യന്റ് സ്റ്റേബിൾ ആവുന്നു അതനുസരിച്ചിരിക്കും നമുക്ക് ബാക്കിയുള്ള നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. അപ്പൊ എപ്പോഴും ഒരു ടീം വർക്ക് വേണം. പക്ഷേ നമ്മളെപ്പോഴും അവരുടെ അടുത്ത് ചോദിക്കുക, ഇനി ഞാൻ ഹെൽപ്പ് ചെയ്യണോ, നിനക്ക് എന്തെങ്കിലും ഞാൻ ചെയ്യണോ, അല്ലെ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു, ഇനി അടുത്ത ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവരോട് എപ്പോഴും ബി ക്ലിയർ. നമ്മൾ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ എപ്പോഴും ചോദിക്കുക. അല്ലാണ്ട് പേഷ്യന്റ് ക്ലിംഗ് ചെയ്യുമ്പോൾ അത് കേട്ടില്ലാത്ത പോലെ മാറിയിരിക്കുക. ഇല്ലെങ്കിൽ എന്താ പറയാ, പേഷ്യന്റ് ഇപ്പൊ എന്തെങ്കിലും ചോദിച്ചു, നമ്മളത് പിന്നെ കൊടുക്കാം എന്ന് വെച്ചാൽ നമ്മളത് ഉറപ്പായിട്ട് മറന്നു പോകും. അതിനുശേഷം ആ പേഷ്യന്റ് ചിലപ്പോൾ നമ്മുടെ അടുത്ത് ആയിരിക്കണം എന്നില്ല പറയുന്നത്. ഇവിടുത്തെ ജർമ്മൻ പേഷ്യന്റിനെ ട്രസ്റ്റ് യു ഗൈസ്, നോർമൽ ആൾക്കാരല്ല അവരുടെ കണ്ണിൽ നമ്മൾ അവർ കൊടുക്കുന്ന പേയ്മെന്റ്, അവരുടെ അടുത്തു നിന്നും ഹെൽത്ത് ഇൻഷുറൻസ് മന്ത്ലി പിടിക്കുന്നതിനുള്ള സർവീസ് അവർക്ക് വേണം. അപ്പം അവർക്ക് വെയിറ്റ് ചെയ്യാനുള്ള പേഷ്യൻസ് ഇല്ലായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് ഒരു കാര്യത്തിൽ അവർ ട്രീറ്റ്മെന്റ് കോംപ്രമൈസ് ചെയ്യുന്ന ആൾക്കാരല്ല. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ മറന്നുപോയി അല്ലെ എക്സ്ക്യൂസ് പറയുമ്പോൾ എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ചില ആൾക്കാർ പറയും, ഓക്കെ നിങ്ങൾക്ക് ഇന്ന് ഒരുപാട് വർക്ക് ഉണ്ടല്ലേ, ഓക്കെ നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ ഉണ്ടർ ബസറ്റ്സ് ആണല്ലേ, ഓക്കെ അതായത് നമുക്ക് ആവശ്യത്തിന് സ്റ്റാഫ് ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ ചിലർ മനസ്സിലാക്കും. പക്ഷെ ചിലരത് നേരെ നമ്മുടെ മാനേജ്മെന്റിനെ ആയിരിക്കും കംപ്ലൈന്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്കത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷെ അവര് മേ ബി നമ്മുടെ അടുത്ത് ചോദിക്കും, എന്താണ് ഇന്നലത്തെ സിറ്റുവേഷൻ, ഇന്ന പേഷ്യന്റ് ഇന്ന രീതിയിൽ കംപ്ലൈന്റ് ചെയ്തല്ലോ, അതിനെന്തെങ്കിലും ജെനുവിനിറ്റി ഉണ്ടോ എന്നൊക്കെ അവർ ചോദിക്കും. അപ്പോൾ എപ്പോഴും ആ ഒരു ഇനീഷ്യൽ പീരീഡ്, അതായത് വൺസ് നിങ്ങളുടെ സ്കില്ല് അവർ അക്സെപ്റ്റ് ചെയ്യുന്നവരെ യു ഹാവ് ടു ഹാർഡ് വർക്ക്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ. നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കണം, നിങ്ങൾക്കൊരു എഫിഷ്യന്റ് നേഴ്സ് ആവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവരെ പോലെ ജർമൻസിനെ പോലെ തന്നെ കോമ്പറ്റ് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് പീരീഡ് നമ്മൾ കുറച്ച് അവരുടെ ഒരു ഇംപ്രഷൻ നമ്മൾ ഉണ്ടാക്കി എടുത്തേ പറ്റൂ. എൻ്റെ ഒരു കാര്യത്തില് ഞാൻ ആദ്യം വന്ന സമയത്ത്, ഇത് ഞാൻ വലിയ കാര്യമായിട്ട് പറയല്ല, പക്ഷെ കുറച്ച് ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് വരുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എല്ലാ തരത്തിലുള്ള മോബിങ്ങും കാര്യങ്ങളും എല്ലാം വന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെന്നെ വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല അങ്ങനെയുള്ള കാര്യത്തിൽ. പക്ഷെ ഒരു വിത്തിൻ 3 months ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചു. ഒരു സ്ട്രക്സിയോന്റെ നോർമൽ റുട്ടീനുകൾ കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഓക്കെ ചെറിയായിട്ടുള്ള ലാംഗ്വേജ് ബാരിയറുകൾ ഉണ്ടാകും. പക്ഷെ ഇറ്റ് ടേക്സ് ടൈം ടു നമുക്ക് ആ സ്കില്ല് ഡെവലപ്പ് ആയിട്ട് എടുക്കാനായിട്ട്. പക്ഷെ അതിനുശേഷം ദേ അക്സെപ്റ്റ് മീ. ഇപ്പോ എനിക്കത് ഭയങ്കര വാശിയായിരുന്നു, എന്റെ കേപ്പബിലിറ്റി എന്താണെന്നുള്ളത്. കാരണം എനിക്കറിയാം എന്റെ ഒരു വിൽ പവർ എന്താണെന്നുള്ളത്. ഞാൻ എന്താ പറയാ, അങ്ങനെ മടി പിടിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല. എനിക്ക് എന്റെ വർക്ക് പക്കാ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്ന് എനിക്കൊരു ഭയങ്കര നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അയാൾ അത് അറിഞ്ഞു വേണം എൻ്റെ അടുത്ത് നിൽക്കാനായിട്ട് എന്നെനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഞാൻ കൂടുതലും ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ ഞാൻ കൂടെയുള്ള കോവർക്കേഴ്സിനെ കൂടെ ഞാൻ ഹെൽപ്പ് ചെയ്യും. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യും. ഇല്ല ഞാൻ അടുത്ത ഷിഫ്റ്റിന് വേണ്ടിയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെക്കും, മെഡിസിൻസ് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ അങ്ങനെ മാക്സിമം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. ചില സമയത്ത് ഓക്കെ ടയേർഡ് ആയിരിക്കാം, എല്ലാം ആയിരിക്കാം. പക്ഷേ എൻ്റെ അടുത്ത് ഒരിക്കലും എനിക്കത് മേ ബി എൻ്റെ ഒരു ഈഗോ ഹിറ്റായതായിരിക്കാം, എന്താണെന്നറിയില്ല. ഞാൻ ഒരു ഹൗസ് ലെൻഡർ ആണെങ്കിൽ പോലും ഞാൻ ഇവിടെ വന്ന് ഞാൻ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ വെറുതെ അല്ല എന്നൊരു തോന്നൽ എനിക്കും വേണം, എൻ്റെ ചുറ്റുമുള്ളവർക്കും വേണം. ഞാൻ ഇത്ര സാലറി ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസേർവിംഗ് ആണ്. അതെനിക്ക് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ വളരെ പ്രൗഡായിട്ട് അതായത് എൻ്റെ അടുത്ത സ്റ്റെപ്പുകൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഞാൻ പറയട്ടെ, എൻ്റെ മാനേജ്മെന്റ് ആയാലും എനിക്ക് വളരെയധികം സപ്പോർട്ടീവ് ആണ് കേട്ടോ. ഞാൻ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അവർക്കറിയാം എന്നെ കൊണ്ട് അത് പറ്റുന്ന കാര്യമാണ്. അതായത് എനിക്ക് തോന്നുന്നു ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിൽ ചിന്തിക്കുക, ഫസ്റ്റ് ഒരു ഇനീഷ്യൽ പീരീഡ് ടഫ് തന്നെയായിരിക്കും.
നമ്മൾ ഒരുപാട് ഫേസസിൽ കൂടെ പോകേണ്ട വരും, സ്ട്രെസ്ഫുൾ ആയിരിക്കും. പക്ഷെ അതെല്ലാം നമ്മൾ എന്താ പറയാ, അത് ആ ഒരു കുറച്ച് ടൈം പീരീഡിലേ അതുള്ളൂ. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കേപ്പബിലിറ്റി അവർ അക്സെപ്റ്റ് ചെയ്തു എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രശ്നമില്ല. അതിപ്പോ നമ്മള് ഇപ്പൊ എവിടെ ചെന്നാലും ആ ഒരു ഫേസ് എനിക്കറിയില്ല, മേ ബി വളരെ എന്താ പറയാ ആർബൈറ്റ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചില ഹോസ്പിറ്റൽസ് ഒക്കെ കാണുമായിരിക്കും, എനിക്കറിയില്ല. എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഗൈസ്. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക കേട്ടോ. അപ്പൊ ഞാൻ വീഡിയോസ് ചെയ്യാം. അപ്പൊ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വന്നത്. അപ്പൊ അതൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറഞ്ഞു എന്ന്. ഈ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് കമന്റ് ബോക്സിലൂടെയോ അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം ഇവിടെ കൊടുക്കാം കേട്ടോ. ഈ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എന്റെ ഡ്യൂട്ടി വ്ളോഗുകൾ, അതുപോലെ ജോബ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ചെക്ക് ചെയ്യാം. അതുപോലെ നഴ്സിംഗ് ജോബ് റിക്രൂട്ട്മെന്റിന്റെ കാര്യങ്ങൾ എന്നോട് ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ഞാൻ നഴ്സിംഗ് ജോബ് റിക്രൂട്ട്മെന്റിനെ പറ്റി ഞാൻ നിങ്ങളോട് പറയാം. ഒരുപാട് എനിക്ക് എൻക്വയറീസ് വരുന്ന ഒരു കാര്യം, എനിക്ക് എല്ലാവർക്കും കൂടെ റിപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതാണ് മെയിൻ കാര്യം. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ബൈ.